ഇന്നിതാ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. അതായത് ആറാട്ടാണ്. ആറാട്ട് കുളിക്കുന്നതിന് മുൻപായിട്ട് ഒരു വൈകിട്ട് ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ റെഡിയായി സെറ്റ് മുണ്ടാണ് കേട്ടോ എടുത്തത്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഈ അടുത്തായിട്ട് എനിക്ക് വീഡിയോസിന് വന്ന കമൻസ് ആണ്. അതായത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെ വീഡിയോസ് ആണല്ലോ കൂടുതൽ ഇടുന്നത്. അപ്പോൾ വന്ന കമൻസ് ആണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. ശരിക്കും ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സന്തോഷമായിട്ടോ. എനിക്കറിയാം ഞാൻ വളരെ ഭാഗ്യവതിയാണ്. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ തോന്നി എനിക്ക് പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരാം. വീട് അത്രയും അടുത്തായ കാരണം ഇപ്പോൾ കുറച്ചും കൂടി അടുത്താണ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഗുരുവായൂരാണ്. എൻ്റെ വീട് ശരിക്കും ചാവക്കാടാണ്. ഗുരുവായൂർക്ക് കുറച്ചൊരു 5-10 മിനിറ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പ്രോപ്പർ ഗുരുവായൂരാണ്. ശരിക്കും നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലേക്ക്. ഈ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഗുരുവായൂർ അമ്പലത്തിലെയും അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് താമസിക്കാനും ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദം കഴിക്കാനും ഗുരുവായൂരപ്പനെ കാണാനൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റുന്നില്ല, കുറച്ച് പേർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ കമൻറ്റ് കണ്ടു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ. ഗുരുവായൂരപ്പൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വിളിക്കട്ടെ കേട്ടോ. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ വ്ളോഗ്സ് കുറേ പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാൻ വ്ളോഗ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന വ്ളോഗ്സൊക്കെ ആയാലും പറയൊക്കെ നിറച്ചു കേട്ടോ. ഒടുക്കത്തെ തിരക്കായിരുന്നു. പറയൊക്കെ നിറച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇതാ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിനി ആറാട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ലാസ്റ്റ് ടൈം ഞങ്ങൾ ആറാട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്തോ ഒരു തടസ്സം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആറാട്ട് കുളിക്കുന്നുണ്ട്. ഞാനും അമ്മയും കൂടിയിട്ട് സ്കൂട്ടിയിലാണ് കേട്ടോ പോണത്. അങ്ങനെ ആറാട്ടൊക്കെ കുളിച്ചു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം വീഡിയോ അലൗഡ് അല്ല അവിടെ ഒന്നും. അപ്പോൾ ആറാട്ട് കുളിച്ച് കയറുകയാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. കാരണം ഒന്നാമത് ഞാൻ സ്ലീവ്ലെസ് ആണ് ഇട്ടേക്കുന്നത്. പിന്നെ രാത്രി ടൈം ആയതുകൊണ്ട് മഞ്ഞ് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളിച്ചു. നമ്മൾ ആന ഓടണതൊക്കെ കണ്ടു കേട്ടോ. 11 റൗണ്ടാണ് തോന്നുന്നത് ആന ഓടണത്. അത് നമ്മൾ കണ്ടു. നമ്മൾ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ കണ്ടത്. ഭയങ്കര തിരക്കാണ് ഉള്ളിൽ. കൊടി കയറണത് കണ്ട കാരണം നമ്മൾ കൊടി ഇറങ്ങണതും കാണണം കേട്ടോ. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ പുറത്താണെങ്കിൽ വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാണ് കേട്ടോ ഉള്ളിൽ. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിരുന്ന് കൊടി ഇറങ്ങണതും കൂടി കണ്ടു കേട്ടോ. ഞാൻ ഗുരുവായൂർ അമ്പലത്തിലെ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഉത്സവത്തിൻ്റെ വ്ളോഗ് കൊടി കയറണ വ്ളോഗാണ്. ഇറങ്ങണ വ്ളോഗും ഇട്ടിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് കഴിയണ വരെ, അതായത് എൻ്റെ വരെ കണ്ടവർ കുറേ പേരുണ്ടെന്ന് അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.